ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. കടവത്ത് പകവത്ത് തോട്ടിൽ സംരക്ഷണ ഭിത്തികൾ തകർന്ന് പാടശേഖരങ്ങളിലേക്ക് മണ്ണും ചെളിയും ഒലിച്ചിറങ്ങിയതോടെ കർഷകർ തീരാ ദുരിതത്തിൽ. നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. മണ്ണ് ജല സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി 10 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ കടവത്ത് പകവത്ത് തോട് നവീകരണത്തിൽ വൻ അഴിമതി ആരോപണം. പദ്ധതി പൂർത്തിയായി ആദ്യ മഴ പെയ്തതോടെ തന്നെ തോടിന്റെ സംരക്ഷണ ഭിത്തികൾ തകരുകയും 100 ഏക്കറോളം വരുന്ന പാടശേഖരങ്ങളിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒലിച്ചിറങ്ങുകയും ചെയ്തു. 10ഓളം സ്ഥലങ്ങളിലാണ് തോടിന്റെ പാർശ്വഭിത്തികൾ ഇതിനകം തകർന്നടിഞ്ഞത്. നാടിന്റെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകാൻ വൻതുക ചെലവഴിച്ച് നടത്തിയ തോട് നവീകരണവും സംരക്ഷണ പ്രവർത്തനങ്ങളുമാണ് ആദ്യ മഴയിൽ തന്നെ തകർന്നത്. കൃത്യമായ ആസൂത്രണമോ ഗുണനിലവാരമോ ഇല്ലാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. തോടിന്റെ ഭിത്തികൾ തകർന്ന് കല്ലും മണ്ണും ചെളിയും കുത്തിയൊലിച്ച് പാടശേഖരങ്ങളിലേക്ക് കയറിയതോടെ കർഷകർക്ക് വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നിലമൊരുക്കലും വിതയ്ക്കലും ഉൾപ്പെടെയുള്ള പ്രാഥമിക ജോലികൾ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നാടിന്റെ പച്ചപ്പും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുന്ന കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും തകർന്ന ഭിത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. മലേശ്വരം പാടശേഖരത്തിൽ വരുന്ന കടവത്ത് പകവത്ത് തോട് 10 കോടി രൂപ ചിലവാക്കി കരിങ്കല്ല് കൊണ്ട് അരികു കെട്ടുകയുണ്ടായി. 6 മാസത്തിനകത്ത് അത് പല സ്ഥലങ്ങളിലും പൊട്ടുകയും വെള്ളം കുത്തിയൊലിച്ച് പൊട്ടുകയും ഈ പൊട്ടിയ മണ്ണും കല്ലും വെള്ളവും എല്ലാം പാടത്തിൽ കൂടി ഒഴുകിപ്പോവുകയും കൃഷിനാശങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അത് ഇതുവരെയായിട്ടും 1-2 വർഷത്തോളമായിട്ട് ഇതുവരെ അത് റിപ്പയർ ചെയ്യാനോ അധികാരികൾ അത് നോക്കുകയോ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ തോട് വളരെയധികം ആൾക്കാർക്ക് കൃഷി ഉപയോഗത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ഇതിന് വേണ്ടതായ രീതിയിലുള്ള റിപ്പയറിംഗ് പണി പെട്ടെന്ന് നടത്തിയിട്ടില്ലെങ്കിൽ 100 കണക്കിന് ഏക്കർ സ്ഥലം കൃഷി യോഗ്യത അല്ലാതായിട്ട് മാറുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് CCV.